എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പം ഞാൻ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. ഇത് ഓഫീസ്, സ്കൂള്, കോളേജ് ഒക്കെ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. എന്നാൽ മറ്റു പല ഫീൽഡ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ കമ്പനി, ഹോസ്പിറ്റലൊക്കെ നമുക്ക് വേറെ രീതിയിലുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അവർ ടൈമിങ്ങിനൊക്കെ വ്യത്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ അറ്റൻഡൻസ് രജിസ്റ്റർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ ബേസിക് ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. ഇത് കുറച്ച് ഫോർമാറ്റിംഗ് ഒക്കെ ഞാനത് ഇമ്പോർട്ടൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫോർമുലാസ്, കൗണ്ട് ഇഫ് ഫോർമുലാസ്, സം ഫോർമുല ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ എക്സൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ 1 ഇയർ, മെയിൻ സ്വിച്ച് ബോർഡ്. പിന്നെ ഇതെല്ലാം ഓരോ മന്താണ്. മന്തിലെ ജാനുവരി, ഫെബ്രുവരി എന്നുള്ള ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ കൺസോൾട്ട് ഷീറ്റ് ഞാനിവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ജാനുവരിയിലോട്ട് പോകും. അതുപോലെ മെയിൻ സ്വിച്ച് ബോർഡ് ഇതിൻ്റെ ഇവിടെ ഒരു ഹോം ബട്ടൺ ക്രിയേറ്റ് ഉണ്ട്. ഈ ഹോം ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് അപ്പോൾ 1 ഇയറിന്റെ ആ ഒരു 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 അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ഫെബ്രുവരി നിറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫെബ്രുവരിയിലെ പോയി ഹോം ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചവിടെ പോയി. അപ്പൊ 1 ഇയറിന്റെ ആണ് നമ്മളിവിടെ ഈ ഒരു സ്വിച്ച് ബോർഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജനുവരി മന്തില് അപ്പൊ ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലെ പാർട്ട് 12 ആണ് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഒരു സ്റ്റെപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്റ്റെപ്പ് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കണം. കഴിഞ്ഞ വീഡിയോ ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊന്ന് റിവൈസ് ചെയ്യാണത്. ഇപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മെയിൻ സ്വിച്ച് ബോർഡ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഞാനത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ എടുത്തു ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിയേറ്റ് അറ്റൻഡൻസ് ലിസ്റ്റ് ഫോർ ജനുവരി മന്ത്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ജനുവരി മന്തിലെ ഇതുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ഉണ്ടാവും. എംപ്ലോയി ID ഉണ്ടാവും, എംപ്ലോയി നെയിം, പ്രസന്റ് ഡേ, ആബ്സെന്റ് ഡേ, പിന്നെ മാർക്ക് ചെയ്യുക. ആബ്സെന്റ്, പ്രസന്റ് എല്ലാം മാർക്ക് ചെയ്യുക. ഈ കളർ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഡേറ്റ് വേണം, ഡേ വേണം, ഇതെല്ലാം വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത്ര മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? ക്രിയേറ്റ് അറ്റൻഡൻസ് ലിസ്റ്റ് ഫോർ ജനുവരി മന്ത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷനെ ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇതുപോലൊരു അറ്റൻഡൻസ് രജിസ്റ്റർ ജനുവരി മന്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഞാൻ സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? കോപ്പി ഷീറ്റ് ടിൽ ഡിസംബർ ആൻഡ് മേക്ക് ചേഞ്ചസ്. ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് കോപ്പി ഷീറ്റ് പറയണം. കണ്ടോ? കോപ്പി ഷീറ്റ് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇതിന്റെ ഒരു കോപ്പി ഇവിടെ വരും, ഫെബ്രുവരി എന്നുള്ള. അപ്പൊ നമ്മുടെ പേര് ചേഞ്ച് ചെയ്യുക, ഡേറ്റ് ഇവിടെ മാറ്റുക. ഇവിടെ നമ്മൾ ആ ഫെബ്രുവരി ആക്കുക. എന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ നമ്മൾ അതെല്ലാം ചേഞ്ച് ചെയ്യുക. പിന്നെ ഇതിന്റെ എന്ത് ചെയ്യണം? പിന്നെയും കോപ്പി ഷീറ്റ് പറയണം. അങ്ങനെ ടിൽ ഡിസംബർ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ അറ്റൻഡൻസ് രജിസ്റ്റർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ പഠിക്കാനാകുമ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മാസത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തേത് കോപ്പി ഷീറ്റ് ടിൽ ഡിസംബർ ആൻഡ് മേക്ക് ചേഞ്ചസ്. മനസ്സിലായല്ലോ. നമ്പർ 3 ക്രിയേറ്റ് കൺസോൾഡേറ്റ് ഷീറ്റ് ഫോർ 12 മന്ത്സ്. ഇതെല്ലാം നമ്മൾ ടിൽ ഡിസംബർ വരെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഡിസംബർ വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഇതുപോലെ കൺസോൾഡേറ്റ് ഷീറ്റാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ കൺസോൾഡേറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ ഈ എംപ്ലോയി ID ഇത്രയും നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ് കേട്ടോ. ഇത്രയും ഭാഗം നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മന്തിന്റെ ഇതിന്റെ ഫെബ്രുവരിയിലെ അപ്പൊ നമ്മൾ ഫെബ്രുവരി എടുക്കുക. അപ്പൊ മാർച്ചാണ്, ഏപ്രിൽ എടുത്തിട്ട് ഈ ഭാഗം മാത്രം ഇങ്ങനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ഓരോ മന്തിന്റെയും നമ്മളിവിടെ കൊണ്ടുവെക്കുക. ജനുവരിയിലെ കൊണ്ടുവച്ചു, ഫെബ്രുവരിയിലെ ഇവിടെ കൊണ്ടുവച്ചു. ഇങ്ങനെ നമ്മളിതെല്ലാം നമ്മളിങ്ങനെ കൊണ്ടുവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നിട്ട് മെർജ് ചെയ്യണം. ഇവിടെ മെർജ് കണ്ടില്ലേ? മെർജ് ആൻഡ് സെൻറ്റർ ചെയ്തിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യണം? ഇവിടെ ജാനം അടിച്ചു ചേർത്തിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. ലിങ്ക് ചെയ്യുന്ന എങ്ങനെയാ? അവിടെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഫെബ്രുവരി ഒന്ന് പ്രസ് ചെയ്തു, ഇങ്ങോട്ട് പോയല്ലോ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇവിടെ ഈ രണ്ടെണ്ണം മെർജ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജാനം നടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻസെർട്ട് എടുക്കുക, ലിങ്ക് എന്നുള്ള എടുക്കുക.
ലിങ്ക് എന്ന് എടുത്തിട്ട് നമ്മൾ പ്ലേസ് ഇൻ ദ ഡോക്യുമെന്റ് കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ ജനുവരിയിലാണ് മാർച്ചിലാണ്, മാർച്ച് ഏത് മന്ത് ആണോ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒരു ലിങ്ക് ആവും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് സ്റ്റെപ്പ്. ഏതാണ്? ക്രിയേറ്റ് കൺസോളിഡേറ്റ് ഷീറ്റ് ഫോർ 12 months നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 4 അപ്ലൈ ലിങ്ക് ഫോർ ഈച്ച് മന്ത്. ഓരോ മന്തിനും നമ്മൾ എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, നമ്മളന്ന് കാണിച്ചത് കൺസോളിഡേറ്റ് ഷീറ്റ് ഇവിടെ കണ്ടില്ലേ, ടോട്ടലായിട്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ എംപ്ലോയിയുടെ ID നെയിമും നമ്മളിവിടെ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ പ്രസന്റ് ഡേ, ഈ ടോട്ടൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പ്രസന്റ് ഡേ ആബ്സെന്റ് ഡേ കണ്ടുപിടിക്കണം പറയുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുക്കണം. ഈക്വൽ ടു സമ്മ് എന്താണ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ജാൻ ഡോട്ട് ഇടുക. ജാൻ നടിച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഡിസംബർ വരുമ്പോൾ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡിസംബർ നടിക്കുക. അപ്പൊ അതിന്റെ ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് അടുത്ത നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെ ചെയ്തു? ഇപ്പൊ നമ്മള് ഇവിടെ ടോട്ടൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ 12 months അത് കഴിഞ്ഞു. ഇനി അപ്ഡേറ്റ് ആബ്സെന്റ് ഡേ ഇൻ സാലറി ഷീറ്റ്. അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ ഒരു സാലറി ഷീറ്റ് ഉണ്ട്. ജനുവരി മന്തിലെ നമ്മൾ ഇങ്ങനെ വന്ന ആബ്സെന്റ് ഡേ മാത്രം നമ്മളിങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തല്ലോ. കോപ്പി ചെയ്ത് Ctrl+C നമ്മൾ ടൈപ്പ് Ctrl+C ഞാൻ പ്രസ് അല്ലെങ്കിൽ ഇവിടെ പോയി കോപ്പി എന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സാലറി ഷീറ്റിലോട്ട് പോകണം. സാലറി ഷീറ്റിൽ പോയപ്പോൾ കണ്ടില്ലേ, ഇവിടെ ആബ്സെന്റ് ഡേ എന്ന് കണ്ടില്ലേ. ഇവിടെ നമുക്കൊരു കോളം ഉണ്ട് സാലറി ഷീറ്റിൽ. ആബ്സെന്റ് ഡേ എത്ര ഉണ്ടെന്ന് നമ്മളിവിടെ എൻട്രി ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് ബേസിക് പേബിൾ കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ ആബ്സെന്റ് ഡേ നമ്മൾ വെറുതെ ടൈപ്പ് അടിക്കുകയായിരുന്നു. പക്ഷെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് കണ്ട ആബ്സെന്റ് ഡേ ഇവിടെ ഹോമില് നമ്മൾ പേസ്റ്റ് എടുക്കണം. പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ലിങ്ക് എന്ന് എടുക്കണം കേട്ടോ. പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് എന്ന് വെറുതെ പറയരുത്. ഇവിടെ പോയി പേസ്റ്റ് സ്പെഷ്യലില് പേസ്റ്റ് ലിങ്ക് എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ ആബ്സെന്റ് ഡേ കിട്ടി. ഇനി നമുക്ക് പേയബിൾ കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഇതുവരെ നമുക്ക് വെറുതെ നമ്മൾ ടൈപ്പ് അടിക്കായിരുന്നു ആബ്സെന്റ് ഡേ. നമ്മളിവിടെ കൊണ്ടിട്ട് ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ എന്ത് കിട്ടി? ഒരു ദിവസത്തെ സാലറി ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏതാണ് 30 ദിവസം മൈനസ് ഏതാണ് ഇത്. മനസ്സിലായല്ലോ. ഈ ആബ്സെന്റ് ബ്രാക്കറ്റ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പൊ എന്ത് ഇക്വേഷൻ ചെയ്തത്? ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടി ഇൻറ്റു 30 മൈനസ് ഏതാണ് ഇത്, ഈ 1 നടിച്ചു കൊടുക്കരുത്. 30 മൈനസ് ഉണ്ടോ. അപ്പൊ എത്ര ദിവസത്തെ വരും? ആബ്സെന്റ് ഡേ ഇത്രയാണ്. പേയബിൾ 29 days ഉണ്ട്. 1 day ആബ്സെന്റ് ആയി എൻ്റെ അടിച്ചു. അപ്പൊ ഇത്രയും ദിവസം നമ്മളിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഈ പങ്കജ് ആബ്സെന്റ് അല്ലായിരുന്നു എങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു? എല്ലാ എമൗണ്ടും കിട്ടുമായിരുന്നു. ആബ്സെന്റ് 1 day ആബ്സെന്റ് ആയപ്പോഴോ ഉണ്ടോ ഇത്രയും കിട്ടി. ഇനി നമുക്ക് പേയബിൾ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ എങ്ങനെയാ പേയബിൾ കണ്ടുപിടിക്കുന്നത്? മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഇതിലാണ് നമ്മൾ ഈ ആബ്സെന്റ് സത്യത്തില് നമ്മൾ ഈ സാലറി ഷീറ്റിൽ എൻട്രി ചെയ്യാനാണ് നമ്മൾ ഈ ആബ്സെന്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് ആ അറ്റൻഡൻസിന്റെ ആബ്സെന്റ് ഡേ ആണ് നമ്മളിവിടെ എൻട്രി ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് എന്താണ് ഉണ്ടോ? ക്രിയേറ്റ് ആബ്സെന്റ് ഡേ ഇൻ സാലറി ഷീറ്റ്. അത് കഴിഞ്ഞു. ക്രിയേറ്റ് മെയിൻ സ്വിച്ച് ബോർഡ്. ഇനിയാണ് നമ്മൾ മെയിൻ സ്വിച്ച് ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു മെയിൻ സ്വിച്ച് ബോർഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കുക. ഇതുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ 1 year എന്നുള്ളത് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കുക. ഇൻസെർട്ട് എടുത്തു. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഷേപ്പും എടുക്കാം. ഞാൻ ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നത്. ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നമ്മൾ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇൻസെർട്ട് എടുത്തു, ടെക്സ്റ്റ് ബോക്സ് എടുത്തു. ഈ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബോക്സ് ഞാൻ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ കോപ്പി പറയുക. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ പേസ്റ്റ് പറയും. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഞാൻ കോപ്പി ചെയ്തു. അതിനെ സെൻറ്റർ ചെയ്തു, ഫോൾഡ് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്? സൈസ് ഇച്ചിരി ഞാൻ കൂട്ടി, സൈസ് കൂട്ടി. അത് കഴിഞ്ഞ് തന്നെ ഈ ഷേപ്പ് ഫോർമാറ്റ് എടുക്കണം. ഷേപ്പ് ഫോർമാറ്റ് എടുത്തിട്ട്
നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു കളർ എടുത്തു. ഇച്ചിരി വലുതാക്കാൻ നിങ്ങൾക്ക് വലുതാക്കാം. അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലുള്ള ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസെർട്ട് എടുക്കുക, ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കണം. ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഷേപ്പ് ഫോർമാറ്റ് കണ്ടില്ലേ, ഈ ഷേപ്പ് ഫോർമാറ്റിൽ പോയിട്ട് നമ്മളിവിടെ ഞാൻ എടുത്തത് 1 പിന്നെ 1.4 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഷേപ്പ് ഫിൽ എടുത്തു. ഷേപ്പ് ഫിൽ എടുത്തിട്ട് ഞാനിവിടെ റെഡ് കളർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കോപ്പി ചെയ്യാം. എത്ര കോപ്പി വേണോ നമുക്കതിനെ ഇങ്ങനെ കോപ്പി, പിന്നെയും കൺട്രോളിൽ പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യുക, പിന്നെയും കൺട്രോളിൽ പ്രസ് ചെയ്തു നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് കൺട്രോളിൽ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പാക്കുക. ഞാനതിനെ ഗ്രൂപ്പാക്കിയിട്ട് ഈ കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കോപ്പി ചെയ്ത് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിങ് ഒന്ന് മാറ്റണേ. ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഗ്രൂപ്പിങ് മാറ്റിയാൽ നല്ലതായിരുന്നു. നോക്കട്ടെ, പെട്ടതായിപ്പെട്ടു. ഗ്രൂപ്പ് മാറ്റിയില്ലേ കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ജാനെന്നടിച്ചു. ജാനെന്നടിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫെബ്രുവരി നടിക്കുക. നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ജാനെന്നുള്ളതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ വന്ന് ചേഞ്ച് ചെയ്യണേ. വൈറ്റ് എടുത്തു. എന്നിട്ട് ഇച്ചിരി സൈസ് കൂട്ടി ബോൾഡ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്ക് ഫെബ്ബെന്ന് വന്നില്ലേ, ഫെബ്ബ്. ഇത് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് മാർച്ച് അടിച്ചു. ഇവിടെ ഏപ്രിൽ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മെയ്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഞാനിങ്ങനെ എല്ലാം അത് ഇപ്പോൾ ഈ വൈറ്റ് തന്നെ എനിക്ക് ഇവിടെ എല്ലാം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഈ ഫോർമാറ്റ് പെയിൻറ് ഉണ്ടല്ലോ, ആ ഡബിൾ ക്ലിക്ക് ചെയ്യുക. 2 ടൈംസ് ഞാൻ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തോ എല്ലായിടും നമുക്ക് ആ വൈറ്റ് തന്നെ വന്നോളൂ. നല്ലതായിട്ട് ക്ലിക്ക് ചെയ്യണം. ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് പാറ്റേൺ ഓഫ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലൊരു ഒരെണ്ണം കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലൊരു ബോക്സ് വേണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടെക്സ്റ്റ് അടിക്കണ്ടായല്ലോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഷേപ്പ് എടുക്കണം. ഷേപ്പ് എവിടെയെങ്കിലും ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻസെർട്ടിൽ ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മളൊരു ബോക്സ് എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ബോക്സ് വരയ്ക്കുക. എത്ര വേണോ അവിടെ വരെ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ടെക്സ്റ്റൊക്കെ നമ്മളിൽ പോയി. അപ്പോൾ ഈ ഷേപ്പ് ഫോർമാറ്റിലെ ഇത് കണ്ടില്ലേ, സെൻഡ് ബാക്ക്വേഡ്, ഷേപ്പ് ഫോർമാറ്റിലെ സെൻഡ് ബാക്ക്വേഡ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു ബാക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മളതിനെ അതിൻ്റെ ബാക്ക്വേഡ് എടുത്തു. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കൺസെൻട്രേറ്റഡ് ഷീറ്റാണ് വേണ്ടത്. നമ്മൾ ഇൻസെർട്ട് എടുക്കുക. അതും നമുക്ക് ടൈപ്പ് അടിക്കാൻ ഇൻസൈഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നത്. ടെക്സ്റ്റ് ബോക്സ് എടുത്തു. നമുക്കിതുപോലൊരു ബോക്സ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ കോപ്പി ചെയ്തു. റൈറ്റ് ബട്ടൺ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തു. അതിനെ കുറച്ചുകൂടെ സൈസൊക്കെ ഒന്ന് കൂട്ടി അതിനെ സെൻറ്റർ ചെയ്തു. പിന്നെ അതിനെ ബോൾഡ് ചെയ്തു. കണ്ടില്ലേ, ബോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് ഫോർമാറ്റ് എടുത്തിട്ട് നമുക്കിവിടെ ഫില്ല് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളറൂടെ ഫില്ല് ചെയ്തു.
ഇനി കണ്ടില്ലേ, നമുക്ക് ഇത് കുറച്ച് ബൾജായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഈ ഷേപ്പ് ഫോർമാറ്റിൽ ഷേപ്പ് എഫക്റ്റ് എടുക്കുക. ഷേപ്പ് എഫക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബിവൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് എടുത്തു കേട്ടോ. ബിവൽ എടുത്തപ്പോൾ കുറച്ചുകൂടെ കണ്ട ബൾജായിട്ട് നിൽക്കുന്നു. അതുപോലെ ഈ ധ്യാനം എന്നുള്ളത് നമുക്ക് ഒന്ന് ബിവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊണ്ടുപോയിട്ട് ഷേപ്പ് ഫോർമാറ്റിൽ ഇതെടുക്കുക. ബിവൽ എടുത്തിട്ട് ഇതെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ കുറച്ചുകൂടെ നല്ല ബൾജായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരു ഉണ്ടോ അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ 1. ഇനി ഒരു ബോക്സാണ് വേണമെങ്കിലോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് വേണമെങ്കിൽ നല്ല ഒരു ബ്ലാക്ക് കളർ ഇവിടെ എടുത്തിട്ട് ഷേപ്പ് ഔട്ട്ലൈൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ ഒരു കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തു. പക്ഷേ നമ്മളതിൻ്റെ കളർ മാറ്റിയില്ല കണ്ടോ. ഇനി ഇതിൻ്റെയും കളർ മാറ്റണമെങ്കിൽ ഇങ്ങനെ എടുത്തു, ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ എടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു കളർ കട്ടിയുള്ള കളർ ഞാൻ എടുത്തു. എന്നിട്ട് എടുത്തെന്ന് വെച്ച് വരുത്തില്ല, നമ്മളതിൻ്റെ കളറൂടെ ചേഞ്ച് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സ് ഉണ്ടാക്കി വെച്ചു. പക്ഷേ നമ്മൾ മെയിൻ തിങ് നമ്മൾ ചെയ്തില്ല, നമ്മളിത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരെണ്ണം നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസർട്ട് എടുക്കണം. ഇവിടെ ലിങ്ക് എന്ന് കണ്ടില്ലേ, നമ്മൾ ലിങ്ക് എന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ പ്ലേസ് ഡോക്യുമെൻ്റ് എടുത്തിട്ട് ജാനെന്ന് എടുക്കണം. അപ്പോൾ വന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ജാനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ജാനിലോട്ട് പോയി. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫെബിലൊന്ന് പ്രസ് ചെയ്യുക. ഫെബിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസർട്ട് എടുത്തിട്ട് ലിങ്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫെബെന്ന് എടുത്തിട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കണക്റ്റഡ് ആക്കി. ഈ ജാനെന്ന് എടുക്കുമ്പോൾ കണ്ടില്ലേ, ജാനെ പ്രസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലുള്ളൊരു ഇതാണ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചു പോകണം. അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക, നമ്മളിവിടെ ഇൻസർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് എടുത്തിട്ട് നമ്മളത് കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇതുപോലെ ഞാനിങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു കാര്യമാണ് എനിക്ക് കണക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു ബട്ടൺ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ ഇവിടെ ഗൂഗിളിൽ നിന്ന് കണ്ടില്ലേ, ഇവിടെ ഗൂഗിൾ എടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് സെർച്ചിൻ്റെ അടുത്ത് ഒന്ന് ഹോം ബട്ടൺ അടിക്കണം. ഉണ്ടോ, ഹോം ബട്ടൺ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ പോയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ബട്ടൺസ് ഒക്കെ കിട്ടും. ഞാൻ ഈ ബട്ടൺ എടുത്ത് കേട്ടോ ഇവിടെ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ബട്ടൺ ചെയ്യുക. എന്നിട്ട് കോപ്പി ഇമേജ് എന്ന് പറയുക. കോപ്പി ഇമേജ് പറഞ്ഞു. പിന്നെ നമ്മൾ എക്സലിലോട്ട് നമ്മൾ തിരിച്ചു പോയി എവിടെയാണോ നമുക്ക് വേണ്ടുന്നത് അവിടെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് എന്ന് പറയണം കേട്ടോ. പേസ്റ്റ് പറഞ്ഞു. അപ്പോൾ പേസ്റ്റ് വന്നപ്പോൾ നമുക്കൊരു വലിയൊരു കണ്ടോ നമ്മളൊന്ന് ചെറുതാക്കി വെച്ചു. മനസ്സിലായല്ലോ. ഇങ്ങനെയൊന്നും നമ്മൾ വെച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ ഇൻസർട്ടിൽ പോയിട്ട് നമ്മൾ ലിങ്ക് എടുത്തിട്ട് എന്താ എടുക്കേണ്ടത്, മെയിൻ സ്വിച്ച് ബോർഡൊന്ന് എടുക്കണം. മെയിൻ സ്വിച്ച് ബോർഡ് എടുക്കുക. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ എങ്ങോട്ട് പോയി, ജാനുവരിയിലോട്ട് പോയി. ഫെബിലോട്ട് പോകണമെങ്കിലോ ഞാനിവിടെ ഫെബിലോട്ട് പോയി. ഇവിടെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചു പോയി. ഇങ്ങനെ നമുക്ക് മെയിൻ സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, സെയിം തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. അപ്പം കുറേ ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാൻ അത്ര എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്റ്റെപ്പ് നോക്കാമല്ലോ. ഇവിടെ വന്ന് 7 ക്രിയേറ്റ് എ മെയിൻ സ്വിച്ച് ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് എ ലിങ്ക് ഫോർ ഈച്ച് മന്ത്. ഓരോ മന്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഓരോ മന്തിൻ്റെയും നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ എന്താണ് ലിങ്ക് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യിപ്പിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ലിങ്ക്. പിന്നെ ക്രിയേറ്റ് ഹോം ബട്ടൺ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹോം ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു മെയിൻ സ്വിച്ച് ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെയിൻ സ്വിച്ച് ബോർഡാണ്. കാരണം കൺസോൾട്ടേറ്റ് ഷീറ്റ് നമ്മൾ ഇനി കൺസോൾട്ടേറ്റ് ഷീറ്റുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്തു, ലിങ്ക് എടുത്തു. എന്നിട്ട് നമ്മൾ താഴെ വരുന്നിട്ട് കണ്ടില്ലേ, കൺസോൾട്ടേറ്റ് എന്നൊരു ഷീറ്റ് കണ്ടില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിവിടെ ഓക്കെ എന്ന് പറയാം. ഇനി ഞാനിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു, കൺസോൾട്ടേറ്റ് ഷീറ്റ് വന്നു. ഇങ്ങനെ എല്ലായിട്ടും ഒരു കണക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് കമ്പനിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
നമുക്കൊരു പെട്ടെന്ന് ഒരാളുടെ ജൂൺ മന്തിൻ്റെ ഒരു അറ്റൻഡൻസ് നമുക്കൊന്ന് കാണണമെങ്കിൽ ജസ്റ്റ് മെയിൻ സ്വിച്ച് പോയിട്ട് നമ്മൾ ജനുവരി ആണെങ്കിൽ ജനുവരി പ്രസ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.